Hey, how's it going? I'm Bismaya. Welcome to Soul Mango Pickle. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവങ്ങളിൽ ഒന്നാണ് അച്ചാറുകൾ. ഇതിൽ തന്നെ സിമ്പിളായി പെട്ടെന്ന് വീട്ടിൽ തന്നെ എല്ലാവർക്കും തയ്യാറാക്കാവുന്ന ഒരു നാരങ്ങ അച്ചാറുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ നാരങ്ങ അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറുനാരങ്ങ 1/2 കിലോ, കടുക് 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 1 കുടം, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് 3 എണ്ണം, ഇഞ്ചി 1 കഷ്ണം നീളത്തിലരിഞ്ഞത്, മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഉലുവ 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, കായപ്പൊടി 1 ടീസ്പൂൺ, ഓയിൽ ആവശ്യത്തിന്, വിനാഗിരി 2 ടീസ്പൂണ്, കറിവേപ്പില 3 തണ്ട്. ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാൻ ഈ നാരങ്ങ ഒരു ഇഡലിത്തട്ടിൽ വെച്ചാണ് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂടുവെള്ളത്തിനകത്തിട്ടും പുഴുങ്ങിയെടുക്കാം. ഇത് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നാരങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നാരങ്ങ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ നാരങ്ങ ഓരോന്ന് 6 കഷ്ണമായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായി ഒരു കടായി വെച്ച് കൊടുക്കാം. കടായി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാറിട്ടാൽ കുറേ നാൾ കേടുകൂടാതെ നമുക്ക് അച്ചാർ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കുടം വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കും. അതിനുശേഷം വട്ടത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങ മസാല നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.
എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈ നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ ഓണസദ്യയുടെ കൂടെ എല്ലാവരും ഈ നാരങ്ങ അച്ചാർ കൂടി ഉൾപ്പെടുത്തുക. ഞങ്ങളുടെ ഓണം സീരീസിലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓണം സീരീസിലെ വേറെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് മണ്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഓണവിഭവങ്ങൾക്കായി പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഓണ സീസണിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.